എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹീറോയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറായിട്ടുള്ള ഹീറോ വിഡ VX2 പ്ലസ് ആണ്. ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ബാംഗ്ലൂരിൽ 1,15,000 ആണ്. 1,15,000 രൂപ. നമുക്ക് 5,000 റുപ്പീസ് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പം 1,10,000 ഓൺ റോഡ് അവൈലബിൾ ആണ് ബാംഗ്ലൂരിൽ. ഇതിൻ്റെ VX2 ഗോ എന്ന് പറയുന്ന ബേസ് മോഡലുണ്ട്, ബാറ്ററി കുറഞ്ഞ മോഡൽ. അപ്പം ഇതിനോടൊപ്പം വരുന്ന ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 3.4 kWh രണ്ട് സ്വാപ്പബിൾ ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. ഡിസൈൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഈ ഒരു വണ്ടി കാണുന്ന സമയത്ത് വളരെ നൈസായിട്ട് തോന്നും. ഒരു ഇലക്ട്രിക് സ്കൂട്ടറായിട്ടുള്ള രീതിക്കല്ല ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെട്രോൾ എഞ്ചിനുള്ള സ്കൂട്ടറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ ലുക്ക് നൈസാണ്. ഫ്രണ്ടിൽ നമുക്ക് വന്നിരിക്കുന്നത് LED യൂണിറ്റ്സ് ആണ്. ഡീസൻ്റ് ആയിട്ടുള്ള പവർ കിട്ടുന്ന ഒരു LED യൂണിറ്റ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സും LED യൂണിറ്റ്സ് ആണ്. റിയർ ലൈറ്റും നമുക്ക് LED ആണ് വരുന്നത്. 4.3 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് നമുക്ക് മീറ്റർ കൺസോൾ വരുന്നത്. ഓവറോൾ അത്യാവശ്യം നല്ല ഒരു ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു സ്കൂട്ടറായിട്ടാണ് ഹീറോ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് ബാംഗ്ലൂരിൽ 1,15,000 ആണ്. അതായത് 1,15,000 രൂപ. 5,000 രൂപ ഡിസ്കൗണ്ടും ഉണ്ട്. സോ നമുക്ക് 1,10,000 റേറ്റിൽ ഈ വണ്ടി ഓൺ റോഡ് കിട്ടും. പിന്നെ ഈ വണ്ടിയുടെ വേറൊരു സിസ്റ്റം ഉണ്ട്, ബാസ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്ന ഒരു പ്ലാനും ഉണ്ട്. അതായത് ബാറ്ററി നമുക്ക് റെൻറ്റ് കൊടുത്താൽ മതി, സ്കൂട്ടർ മാത്രമായിട്ട് വാങ്ങിക്കാം, ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാം, റെൻറ്റിൽ മേടിക്കാൻ പറ്റും. അപ്പോൾ അതിന് കിലോമീറ്ററിന് ഒരു നിശ്ചിത തുക നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു രൂപ സംതിങ് ആണ് അതിന് കിലോമീറ്ററിന് ചാർജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയും നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. ഏകദേശം 60,000 രൂപയ്ക്കുള്ളിൽ സ്കൂട്ടർ മാത്രമായിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് പിന്നീട് നമുക്ക് ഓരോ മാസവും മന്ത്ലി പേയ്മെൻറ്റ് ഒരു റെൻറ്റ് കൊടുത്ത് ബാറ്ററി യൂസ് ചെയ്യാനും പറ്റും. ഫ്രണ്ടിൽ നമുക്ക് 90 സെക്ഷൻ ടയേഴ്സാണ് വന്നിരിക്കുന്നത്, MRFൻ്റെ ആണ്. അതുപോലെ 12 ഇഞ്ച് അലോയ് വീൽസാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വന്നിരിക്കുന്നത്. റിയറിലും നമുക്ക് 90 സെക്ഷനാണ് ടയേഴ്സ് വരുന്നത്. ഇതിന് 3 റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. ഈക്കോ, റൈഡ്, സ്പോർട്ട്. ഹീറോ ക്ലെയിം ചെയ്യുന്ന ഒരു IDC റേഞ്ച് എന്ന് പറയുന്നത് 142 ആണ്. റിയൽ വേൾഡ് കണ്ടീഷനിലുള്ള റേഞ്ച് എന്ന് പറയുന്നത് 100 ആണ്. ഈക്കോ മോഡൽ നമ്മളൊരു 30-35 റേഞ്ചിൽ ഓടിക്കുകയാണെങ്കിൽ, ഒരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 100 ഷുവറായിട്ട് കിട്ടും. റൈഡ് മോഡൽ നമുക്ക് ഏകദേശം 75ഉം സ്പോർട്ട് മോഡൽ 65ഉമാണ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്പീഡ് റേഞ്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഒരു സിറ്റി പർപ്പസ് കമ്മ്യൂട്ട്, ഡെയിലി കമ്മ്യൂട്ടിനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു മെക്കാനിക്കൽ കീ ആണ്. അത് വളരെ യൂസ്ഫുള്ളാണ്, നമുക്ക് വലിയ ടെൻഷൻ വരത്തില്ല. അത് മൾട്ടി ഫങ്ഷനിലാണ് ആ ഒരു കീ എന്ന് പറയുന്നത്. പിന്നെ CBS ബ്രേക്കിംഗ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഡിസ്ക്കാണ് ഫ്രണ്ടിൽ, റിയറിൽ ഡ്രമ്മാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നല്ല എഫിഷ്യൻ്റ് ആണ്. നമുക്ക് കോൺഫിഡൻസ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അപ്പം സ്റ്റോപ്പിംഗ് പവറൊക്കെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പവർ കിട്ടുന്നുണ്ട്. ഗ്രാജുവൽ ആയിട്ടുള്ള അല്ലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ബൈറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആവും. നല്ല വലിപ്പമുള്ള സീറ്റാണ് കേട്ടോ. 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സീറ്റാണ്. നമുക്കൊരു മീഡിയം സ്റ്റിഫായിട്ടുള്ള സീറ്റാണ്, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ, അപ്പോൾ ഇവിടെ ലോക്ക് നമ്മൾ എടുത്തതിന് ശേഷം ഇത് കണ്ടോ, നമുക്കിവിടെ ഇങ്ങനെ ബാറ്ററി ഊരിയെടുക്കാൻ പറ്റും. 2 ബാറ്ററിയാണുള്ളത് ഇതിനകത്ത്. എന്നിട്ട് ഇത് നമുക്ക് വീടുകളിൽ ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാം ഈ ഒരു പോർട്ടിൽ. അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് തന്നെയും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി സിസ്റ്റമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചാർജിങ് യൂണിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഈ കാണുന്നതാണ് ചാർജർ. വലിയ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് സാധാരണ 5 ആം സോക്കറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്ലഗ് പോയിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ പിന്ന്. അപ്പം നമുക്കിവിടെ സ്പേസ് വരുന്നത് 27 ലിറ്ററാണ് ഓവറോൾ സ്പേസ് വരുന്നത്. ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഈ ചാർജർ ഇല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to 80% ചാർജ് ആവാനായിട്ട് 4 hours 15 minutes ആണ്. 4.25 മണിക്കൂറിൽ ചാർജ് ചെയ്യാം. 0 to 100% ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 5.25 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് ടൈം എടുക്കും.
അപ്പം അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള ചാർജർ സെറ്റപ്പ് തന്നെയാണ്. പിന്നെ നമുക്ക് ഏത്തറിൻ്റെ ചാർജിങ് യൂണിറ്റ്സും ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഏത്തറിൻ്റെ ഗ്രിഡുകളിൽ പോയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.4 kWh ഉള്ള ലിഥിയം അയൺ ബാറ്ററിയാണ്. സോ റിമൂവബിൾ ആണ്. 2 ബാറ്ററി പാക്ക് ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, 4.3 ഇഞ്ച് സൈസുള്ള ഒരു TFT ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത്, അതായത് ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓണായി. നമുക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. അതുപോലെ ഈ കാണുന്ന ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈഡ് മോഡ്സുകൾ മാറ്റാൻ പറ്റും. കണ്ടോ, ഈക്കോയിൽ നിന്ന് റൈഡിലേക്കായി. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് മോഡിലേക്ക് വരും. അപ്പം സ്പോട്ട് മോഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള മോഡാണ്. നമുക്ക് 80 km ടോപ്പ് സ്പീഡ് കിട്ടും. ഈക്കോ മോഡ് എന്ന് പറയുന്നത് മാക്സിമം റേഞ്ചിന് വേണ്ടിയിട്ടുള്ള മോഡാണ്. പിന്നെ നമുക്ക് ഹസാർഡ് ലാമ്പിൻ്റെ ഉള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ തന്നെ പാർക്കിംഗ്, അതായത് ഒരു 5 km സ്പീഡിൽ നമുക്ക് പുറകോട്ട് എടുക്കാനും റിവേഴ്സ് എടുക്കാനും 5 km സ്പീഡിൽ മുന്നോട്ട് എടുക്കാനും പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സിസ്റ്റം കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് പാസ് സ്വിച്ച്, ഹെഡ്ലൈറ്റ്, ഹൈ ബീം, ലോ ബീം. പിന്നെ ഈ ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഇതിനകത്താണ് നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ഇതിനകത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണേ. നമുക്ക് കറണ്ട് റൈഡിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓഡോമീറ്ററിൻ്റെ, മറ്റ് ട്രിപ്പ് മീറ്റേഴ്സിൻ്റെയും, ബാറ്ററിയുടെ പെർസെൻറ്റേജ്, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസ് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് SOS സിസ്റ്റം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ്. ഒരു ക്രാഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊബൈൽ നമ്പേഴ്സിലേക്ക് മെസ്സേജ് പോകും വിത്ത് ലൊക്കേഷൻ. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോൺ, അത്രയും കാര്യങ്ങളാണ് സ്വിച്ചിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. പിന്നെ ഫിസിക്കലായിട്ടുള്ള മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കീ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്ലൗ ബോക്സ് പോലെ ഒരു മൊബൈലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ഇവിടെയുണ്ട്. പിന്നെ ഇതാ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്, കണ്ടോ. പിന്നെ അത്യാവശ്യം ലെഗ് റൂമുള്ള ഒരു സ്പേസ് നമുക്കവിടെ ഉണ്ട്. സ്പേഷ്യസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് കാലൊക്കെ നിവർത്തി വെച്ച് ഓടിക്കാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഈ കാണുന്നതാണ് നമ്മുടെ PMSM മോട്ടർ എന്ന് പറയുന്നത്, കണ്ടോ. നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ കവറൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പില്ലിയൻ ഫുഡ് പെഗ് എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് പെഗ്ഗാണ്. റിയറിലെ LED യൂണിറ്റ്സ് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുക്കമുള്ള രീതിക്കാണ് മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ, VX2ൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പക്ക ഒരു പെട്രോൾ എഞ്ചിനുള്ള സ്കൂട്ടർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സസ്പെൻഷൻ ഫീഡ്ബാക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം പ്ലഷി അല്ലെങ്കിൽ മീഡിയം സെറ്റപ്പിലുള്ള ഒരു സസ്പെൻഷനാണ്. ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ല. ഒരു കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ അത്യാവശ്യം ഗട്ടറൊക്കെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് സസ്പെൻഷൻ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. ടെലിസ്കോപ്പിക്കാണ് ഫ്രണ്ടിൽ. ഹാൻഡ്ലിങ്ങും വളരെ ഈസി ആക്കുന്ന തരത്തിലും എന്നാൽ ഒരു മീഡിയം കംഫർട്ടും തരുന്ന രീതിക്കാണ് സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നത്. 5.9 ഫീറ്റ് ഹൈറ്റുള്ള എൻ്റെ കാല് കണ്ടോ, പ്ലാന്റഡ് ഫൂട്ടാണ്. എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് എർഗണോമിക്സ് വന്നിരിക്കുന്നത്. ഹാൻഡിൽ ബാർ അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടോ, കാല് വയ്ക്കുമ്പോൾ ലെഗ് റൂം നല്ല രീതിക്കുണ്ട്, വളരെ സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിൻ്റെ ആക്സിലറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to 40 എന്ന് പറയുന്നത് 3.1 സെക്കൻഡ്സിൽ റീച്ച് ആകും. ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 18 ഡിഗ്രിയാണ്. വെയ്റ്റ് 115 കിലോഗ്രാമാണ്. അതുപോലെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 777 mm ആണ്. പിന്നെ 7ഓളം കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് IP67 റേറ്റഡ് ആണ്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൊടുക്കുന്നുണ്ട്. പൊതുവേ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഇലക്ട്രിക് സ്കൂട്ടറുകളിലും IP67 റേറ്റിംഗ് ആണ് ബാറ്ററി പാക്ക് വരുന്നത്. അപ്പോൾ അതൊരു സേഫ്റ്റിയുടെ ഫീച്ചറാണ്. 67 എന്ന് പറയുന്നത് IP റേറ്റഡ്. അപ്പോൾ നമുക്കിതിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓരോ മോഡലും. നല്ല പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ്. PMSM മോട്ടറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനീഷ്യൽ പുള്ള് ആക്സലറേഷനൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല പവർഫുള്ളാണ് കേട്ടോ. ഒട്ടും ലാഗില്ല, വണ്ടി കൈ കൊടുത്താൽ തന്നെ പവർഫുള്ളായിട്ട് പുള്ള് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ഈക്കോ മോഡ് തന്നെ വളരെ പവർഫുള്ളാണ്, നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള പവർ ഡെലിവറി കിട്ടുന്നുണ്ട്. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 45+ ആണ്. റൈഡ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 70 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ്. അതുപോലെ തന്നെ സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന മോഡിൽ നമുക്ക് 80 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സിറ്റി റൈഡിന് വേണ്ടിയതിലും കൂടുതൽ പവർ ഇതിനകത്തുണ്ട്. സോ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സൂപ്പർ സാറ്റിസ്ഫാക്ഷനാണ്. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫ്ലിക്കബിലിറ്റി നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ആണെങ്കിലും നമുക്ക് ഡെയിലി കമ്മ്യൂട്ടൊക്കെ നടത്താനായിട്ട് വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ലേഡീസിനാണെങ്കിലും ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അത്ര വലിയ ഓവർ സീറ്റ് ഹൈറ്റൊന്നുമില്ല. നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലെഗ് റൂമൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും പറ്റും, ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്കും ഒരു ഷോർട്ടായിട്ടുള്ളവർക്കൊക്കെ കംഫർട്ടബിൾ ആകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു എർഗണോമിക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. ഫൈനലായിട്ടൊരു വേർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗിനേഴ്സിന് അതുപോലെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും അത്യാവശ്യം ഏജ് ഉള്ളവർക്കുമൊക്കെ ഓവറോൾ ഒരു ഡെയിലി കമ്മ്യൂട്ടിനും ഓഫീസ് ടു ഹോം അല്ലെങ്കിൽ കോളേജ് ടു ഹോം എക്കണോമിക്കലായിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേണം. ലൈറ്ററായിരിക്കണം, ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കണം, പവർഫുൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിക്ക് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി അവർക്ക് സ്യൂട്ടാവുന്നതായിരിക്കും. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഈ മിററിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടിയിരുന്നത് നന്നായിരുന്നു തോന്നി. കുറച്ച് വിസിബിലിറ്റി നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടും. സീറ്റിൻ്റെ ഒരു കുഷ്യൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കായിരുന്നു തോന്നി. സസ്പെൻഷൻ കുറച്ചൊരു സ്റ്റിഫർ സൈഡ് പോലെ ഫീൽ ചെയ്തു. അതർവൈസ് കുഴപ്പമില്ല. പിന്നെ സ്വിച്ച് ക്വാളിറ്റിയൊക്കെ ഡീസൻ്റായിട്ട് തോന്നി കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ മാവറിക് 440 വരുന്ന സ്റ്റൈലിലുള്ള ഒരു സ്വിച്ച് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ വണ്ടി വളരെ സ്മൂത്താണ് കേട്ടോ. കാര്യമായ നോയ്സ് ഒന്നുമില്ല, വളരെ കാം ആൻഡ് ക്വയറ്റാണ് ഈ ഒരു വണ്ടി. ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനായിട്ട് കണക്കാക്കിയാൽ മതി. സോ എക്സ്ട്രീം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് ആദ്യമായിട്ട് ഓടിക്കുന്ന സമയത്ത്, അതുപോലെ ഓവറോൾ ഒരു ലുക്ക് ആൻഡ് ഫീലും കൺവീനിയൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ഉപയോഗിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.